എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക വിചാരിക്കണം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു പെൻ പാലിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മീ ആൻഡ് മൈ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് നമ്മുടെ സഹല നമുക്ക് കുറേ ക്യൂട്ട് സ്റ്റഫ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആദ്യം കാണിച്ചു തരാം. സോ സഹലാക്കാണ് ഇന്ന് നമ്മൾ പെൻ പാൽ അയക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റ് പെൻ പാലിംഗ്. മീ ആൻഡ് മൈ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിയൊക്കെ അടിപൊളിയാണ്. ഈ എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എസ്തെറ്റിക്. ഇതൊരു കൊളാബറേഷൻ വീഡിയോ പോലെ ഞങ്ങൾ കൂട്ടരുത് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതെന്നുള്ളൂ. സോ ഈ ബോക്സിൽ ആദ്യം തന്നെ എനിക്കൊരു ലെറ്റർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ഒക്കെ ടെഡി ബിയർ പോലത്തെ ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു, കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു, കുറേ വിൻറ്റേജ് ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടായിരുന്നു. കീ ചെയിൻസ് ഞാൻ പറഞ്ഞില്ല അല്ലേ, നല്ല ഭംഗിയുള്ള ക്യൂട്ട് കീ ചെയിൻസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഫുൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് വിൻറ്റേജും ക്യൂട്ടും കൂടി മിക്സ് ആക്കിയിട്ട്. ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ വാഷി ടേപ്പ്, ഇത് നമ്മൾ പെൻ പാലിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വാഷി ടേപ്പ്സ് അയക്കാറ്, അതുണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. പെൻ പാൽ ചെയ്യുമ്പോൾ ഇത്രയധികം സാധനങ്ങൾ അയക്കണം നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. പെൻ പാലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലെറ്റർ അയക്കുക എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അതും നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ആൾക്കാർ തമ്മിലല്ല, നമുക്കറിയാത്ത ഒരു സ്ട്രേഞ്ചർക്ക് ലെറ്റർ അയക്കുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നിട്ട് ആ ലെറ്റേഴ്സിൽ കൂടെ നമ്മൾ ഫ്രണ്ട്സ് ആവണം, അതാണ് സംഭവം. യൂഷ്വലി പെൻ പാലിംഗ് ഒരു കൺട്രിയിൽ നിന്ന് മറ്റേ കൺട്രിയിലേക്ക് ലെറ്റർ അയക്കലാണ്. ഇപ്പം നമുക്ക് അത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത കാരണം തൊട്ടപ്പുറത്തെ ജില്ലയിലേക്കൊക്കെ അയച്ചിട്ട് പഠിക്കാം. ഈ പെൻ പാൽ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക ഓൺലൈൻ വഴിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ പത്ര പ്രോ അല്ലാത്ത കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരായിട്ട് നമ്മൾ വലിയ കോൺടാക്റ്റ് ഉണ്ടാവില്ലല്ലോ, അവർക്ക് അയച്ച് പഠിക്കാം. പിന്നെന്താ, ഈ ബോക്സിൽ ഒരു ഔട്ട്ലൈനർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വിൻറ്റേജ് ജേണൽ ഉണ്ടായിരുന്നു. ഇനി തൊട്ട് ഇതാണ് എൻ്റെ ജേണൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സഹല നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. സഹലയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഇനി നമുക്ക് സഹലാക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതാം. പെൻ പാൽ അയക്കുമ്പോൾ ലെറ്ററിൽ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജേർണലിംഗ് ചെയ്യണ പോലെ കണ്ണി കണ്ടതെല്ലാം വാരൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ലെറ്ററിൽ എന്താ എഴുതാമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എന്ത് വേണമെങ്കിലും എഴുതാം. നമ്മളെക്കുറിച്ച് എഴുതാം, നമ്മുടെ ഡ്രീമിനെ കുറിച്ച് എഴുതാം, നമ്മളെന്താ പഠിക്കുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് തന്നെ ഹലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ പേരും കൂടി എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ലെറ്റർ എഴുതി തുടങ്ങാം. ഞാനിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ കുറിച്ചും പിന്നെ ഗിഫ്റ്റ് അയച്ചതിനെ കുറിച്ചും അതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുള്ളൂ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നമുക്ക് അവരോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ലെറ്ററിലുപരി അവരെ കുറച്ചുകൂടി പേഴ്സണലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അയക്കുന്നത്. ഇനി അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ ലെറ്റർ അതന്നെ അയക്കുമ്പോൾ അതിൻ്റെ ആൻസേഴ്സും പിന്നെ അവർക്ക് നമ്മളോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയിട്ടാണ് അയക്കുക. ചിലവർ ഫേവറേറ്റ് പ്ലേലിസ്റ്റിനൊക്കെ കുറിച്ച് എഴുതി അയക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു മ്യൂസിക് പേഴ്സൺ അല്ലാത്ത കാരണം നമുക്ക് അത്ര ഒന്നും എഴുതണ്ട. നമുക്ക് മീൻസ് ഇൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അയച്ചോ. ഇനി നമുക്ക് ലെറ്റർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് പിൻട്രസ്റ്റിൽ നിന്ന് പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു എൻവലപ്പിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആ പേപ്പറിൻ്റെ രണ്ട് സൈഡും നിങ്ങൾ തന്നെ അടക്കി കൊടുക്കണം. എന്നിട്ട് ആ രണ്ട് സൈഡിലും ഗ്ലൂ തേച്ചിട്ട് സെൻറ്റർ മടക്കണം. സെൻറ്റർ അല്ല, ഒരു 3/4 ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ മടക്കണം. എൻവലപ്പിൻ്റെ ലുക്കൊക്കെ കൊണ്ടുവരണമല്ലോ, അതുകൊണ്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലെറ്ററും പിന്നെ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് വെക്കണത്. കാരണം ഇത്ര വലിയ എൻവലപ്പല്ലേ, ഇനിയിപ്പോൾ അതിന് വേറെ എൻവലപ്പ് ഉണ്ടാക്കണ്ടല്ലോ. അത്രേ ഉള്ളൂ പെൻ പാലിംഗ് എന്ന് പറയുന്ന സംഭവം. എന്നിട്ട് അവരുടെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. കുറച്ച് വാഷി ടേപ്പ്സ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട്, പേപ്പർ മീൻസ് ഐവറി ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് ഒന്ന് റാപ്പ് ചെയ്യുക. എന്നിട്ട് വാഷി ടേപ്പ് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം. സെല്ലോ ടേപ്പ് റാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വാഷി ടേപ്പ് പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിട്ട് മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു ചുമ സൗണ്ടൊക്കെ അടിച്ച് പോയേക്കാണ്, അതുകൊണ്ടാണ് ഒരു പരപരപ്പ്. നെവർ മൈൻഡ്. അപ്പോൾ നമ്മുടെ വാഷി ടേപ്പ് റെഡി ആയിക്കാണ്. ഇനി ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെന്താ പാറ്റേൺ പേപ്പേഴ്സും കുറച്ച് പോസ്റ്റേഴ്സും ഒക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. സഹല വിൻറ്റേജ് എസ്തെറ്റിക്കിൻ്റെ ആളല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സോഫ്റ്റ് ഗേൾ എസ്തെറ്റിക്കും കുറച്ച് കോക്കേറ്റ് എസ്തെറ്റിക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പെൻ പാൽ അയക്കണത്.
അപ്പോൾ സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കീ ചെയിൻസും പിന്നെ എനിക്ക് ഈ മങ്കീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ അതിനെടുത്തു. പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസ്. ഇതൊക്കെ ചെറിയ കുട്ടികളുടെ ആണോ നിങ്ങൾക്ക്, ഐ മീൻ ഇത് ചെറിയ കുട്ടികളുടെ ആണോ എന്ന് അറിയില്ല, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. പിന്നെന്താ ഒരു കോയിൻ പൗച്ച്, അങ്ങനെ തന്നെയല്ലേ അതിന് പറയാം. പിന്നെ ഒരു ഇയറിംഗ് എടുത്തു. ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ കൊടുക്കണത്. അടുത്ത പരിപാടിയാണ് പാക്കിംഗ്. ആദ്യം നമ്മുടെ ലെറ്റർ വെക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും കൂടെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയധികം സാധനം കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരുപാട് സാധനങ്ങൾ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പെൻപാൽ അയക്കാതിരിക്കരുത്. ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ പെട്ടി പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്രസ്സ് എല്ലാം എഴുതിയിട്ട് പോസ്റ്റ് ഓഫീസിലോ കൊറിയർ ഓഫീസിലോ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുക. എന്നിട്ട് റിപ്ലൈ ലെറ്റർ വരുന്നതും കാത്ത് ഇരിക്കാം.